വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സഹായം ആവശ്യമുള്ള 60 വയസ്സ് പൂർത്തിയായ മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി. പെൻഷൻ ലഭിക്കാൻ പ്രായം 60 വയസ്സ് തികയുക എന്നത് ഒരു അടിസ്ഥാന യോഗ്യത മാത്രമാണ്. അതോടൊപ്പം 17 പ്രധാന മാനദണ്ഡങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. 2026 അപ്ഡേറ്റ് ചെയ്ത മാനദണ്ഡങ്ങൾ, അപേക്ഷാ പ്രക്രിയ, നിരസിക്കപ്പെടുന്നതിനുള്ള കാരണങ്ങൾ, തിരുത്താനുള്ള അവസരം എന്നിവയെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഗ്രാമനഗര പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ വിവരങ്ങൾ ഏറെ പ്രയോജനകരമാകും. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ 60 വയസ്സ് പൂർത്തിയായ മുതിർന്ന പൗരന്മാർക്ക് ജീവിത സുരക്ഷ നൽകുക എന്നതാണ്. കേന്ദ്ര സർക്കാർ പ്രതിമാസം 300 രൂപ വരെ സഹായം നൽകുന്നു. 80 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് 500 രൂപ വരെ കേന്ദ്ര വിഹിതം ലഭിക്കും. കേരള സർക്കാർ ഇതിനു പുറമെ സംസ്ഥാന വിഹിതം കൂടി കൂട്ടിച്ചേർത്ത് മൊത്തം 2000 രൂപ പ്രതിമാസം പെൻഷൻ നൽകുന്നു. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 2500 രൂപ വരെ ലഭിക്കും. പെൻഷൻ തുക നേരിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് DBD വഴി എത്തുന്നു. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർക്ക് പെൻഷൻ മുടങ്ങും. അതിനാൽ ആധാർ സീഡിംഗ് നിർബന്ധമാണ്. പെൻഷൻ ലഭിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പ്രായം 60 വയസ്സ് തികയുക എന്നതാണ്. പക്ഷെ പ്രായം മാത്രം മതിയാകില്ല, കൂടെ 17 പ്രധാന മാനദണ്ഡങ്ങൾ കൂടി പാലിക്കണം. ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരുടെ അപേക്ഷ നിരസിക്കപ്പെടും. ആദ്യത്തെ പ്രധാന മാനദണ്ഡം കുടുംബ വരുമാനമാണ്. അപേക്ഷകന്റെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഉൾപ്പെടുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്ന് ഹാജരാക്കണം. കുടുംബ വരുമാനം 1 ലക്ഷം കടന്നാൽ അപേക്ഷയ്ക്ക് അയോഗ്യത ഉണ്ടാകും. രണ്ടാമത്തെ പ്രധാന മാനദണ്ഡം മറ്റു വരുമാന സ്രോതസ്സുകൾ സംബന്ധിച്ചതാണ്. ആദായ നികുതി അടയ്ക്കുന്നവർക്ക് പദ്ധതിയിൽ അർഹതയില്ല. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ അപേക്ഷ നൽകാൻ പാടില്ല. സർവീസ് പെൻഷൻ ലഭിക്കുന്നവർക്കും അർഹതയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സൈനികർ എന്നിവർക്ക് ലഭിക്കുന്ന സർവീസ് പെൻഷൻ ഉള്ളവർ അപേക്ഷിക്കരുത്. മറ്റ് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്കും സാധാരണയായി അർഹതയില്ല. കർഷക പെൻഷൻ, കുടുംബ പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ലഭിക്കൂ. ഒരേ വ്യക്തിക്ക് 2 പെൻഷൻ ലഭിക്കില്ല. മൂന്നാമത്തെ പ്രധാന മാനദണ്ഡം സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടതാണ്. അപേക്ഷകന്റെ കുടുംബത്തിന് 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല. നനഭൂമിയും പുഞ്ചഭൂമിയും കൂടി ചേർത്താണ് 2 ഏക്കർ കണക്കാക്കുന്നത്. നെൽവയൽ, കൃഷിയിടം, പുരയിടം എന്നിവയെല്ലാം ഭൂമിയിൽ ഉൾപ്പെടും. ഭൂമി 2 ഏക്കറിൽ കൂടുതൽ ഉള്ളവരും അപേക്ഷയിൽ നിരസിക്കപ്പെടും. മറ്റൊരു മാനദണ്ഡം വീടിന്റെ വിസ്തീർണമാണ്. 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള കോൺക്രീറ്റ് വീട് ഉണ്ടായിരിക്കരുത്. ആഡംബര വീട്, ബഹുനില കെട്ടിടം, കോൺക്രീറ്റ് വീട് എന്നിവയുടെ ഉടമകൾക്ക് പെൻഷൻ അർഹതയില്ല. ചെറിയ ഓല വീട്, മേൽക്കൂര, ഷീറ്റ് വീട് എന്നിവയുള്ളവർക്ക് അയോഗ്യത വരില്ല. നാലാമത്തെ പ്രധാന മാനദണ്ഡം വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബത്തിൽ 1000 cc കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള സ്വകാര്യ 4 ചക്ര വാഹനം ഉണ്ടാകാൻ പാടില്ല. കാർ, ജീപ്പ്, SUV എന്നിവ ഉള്ളവർക്ക് അർഹതയില്ല. ടാക്സി, ഓട്ടോറിക്ഷ, ലോറി എന്നിവ വരുമാന മാർഗമായി ഉള്ളവർക്ക് ഇളവുണ്ട്. 2 ചക്ര വാഹനമുണ്ടെങ്കിൽ അയോഗ്യത വരില്ല. ട്രാക്ടർ, കൃഷി ഉപകരണങ്ങൾ എന്നിവ കൃഷിക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇളവുണ്ട്. ഇനി അഞ്ചാമത്തെ പ്രധാന മാനദണ്ഡം താമസമാണ്. അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം. കുറഞ്ഞത് 3 വർഷത്തിൽ കൂടുതൽ കേരളത്തിൽ താമസിച്ചിരിക്കണം. ആധാർ കാർഡിലെ വിലാസം, റേഷൻ കാർഡ്, വോട്ടർ ID എന്നിവ താമസം തെളിവായി ഹാജരാക്കണം. മറ്റ് സംസ്ഥാനത്ത് നിന്ന് വന്ന് താമസിക്കുന്നവർക്ക് 3 വർഷം പൂർത്തിയാകാതെ അർഹതയില്ല. ഇനി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്നാമതായി, തെറ്റായ വിവരങ്ങൾ നൽകുന്നത് അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമാകുകയും വരുമാനം, ഭൂമി, വാഹനം എന്നിവ സംബന്ധിച്ച് വ്യാജ വിവരം നൽകിയാൽ അപേക്ഷ റദ്ദാക്കുക മാത്രമല്ല നിയമ നടപടിയും നേരിടേണ്ടി വരും. രണ്ടാമതായി, കൃത്യമായി രേഖകൾ ഹാജരാക്കണം. ആധാർ കാർഡ്, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം നൽകണം. രേഖകളിൽ തെറ്റുണ്ടെങ്കിൽ അപേക്ഷ മുടങ്ങും. മൂന്നാമതായി, അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ കാരണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ലഭിക്കുന്നതാണ്.
അപേക്ഷാ പ്രക്രിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ അപേക്ഷാ ഫോം ലഭിക്കും. സേവനതളം പോർട്ടൽ വഴിയും ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ നൽകിയ ശേഷം ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ അപേക്ഷ പരിഗണിക്കും. ഫീൽഡ് വെരിഫിക്കേഷൻ ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് ഭൂമി, വീട്, വാഹനം എന്നിവ പരിശോധിക്കും. വെരിഫിക്കേഷന് ശേഷം അർഹരായവരുടെ ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കും. ആക്ഷേപം ഉണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ പരാതി നൽകാം. ആക്ഷേപം തീർപ്പാക്കിയ ശേഷം അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പെൻഷൻ അനുവദിക്കും. ഇനി 2026 പ്രധാന അപ്ഡേറ്റ്സുകൾ ഇവയാണ്. ഒന്നാമതായി ഡിജിറ്റൽ KYC നിർബന്ധമാക്കി. ആധാർ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഇല്ലാത്തവരുടെ പെൻഷൻ മുടങ്ങും. രണ്ടാമതായി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർക്ക് തുക കിട്ടില്ല. മൂന്നാമതായി വാർഷിക ജീവൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർബന്ധമാക്കി. എല്ലാ വർഷവും നവംബർ മാസത്തിൽ ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കാൻ ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തണം. നാലാമതായി അർഹരായവരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടികൾ ശക്തമാക്കി. അഞ്ചാമതായി പെൻഷൻ കുടിശ്ശിക ഒറ്റയടിക്ക് നൽകുന്ന സംവിധാനം മെച്ചപ്പെടുത്തി. ഇനി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളും ഇവയാണ്. ഒന്നാമതായി പെൻഷൻ തുക മാസം തോറും കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് ബാങ്ക് പാസ്ബുക്ക് പരിശോധിക്കുക. വിലാസം മാറിയാൽ പഞ്ചായത്ത് ഓഫീസിൽ അറിയിക്കുക. ഗുണഭോക്താവ് മരണപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ പഞ്ചായത്തിൽ അറിയിക്കേണ്ടതുണ്ട്. മരണശേഷം പെൻഷൻ വാങ്ങുന്നത് നിയമവിരുദ്ധമാണ്. പെൻഷൻ നിലച്ചാൽ കാരണമറിയാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുക. ബാങ്ക് ലിങ്ക്, KYC, ജീവൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പ്രശ്നമാകാം. അടുത്തതായി ഇടനിലക്കാർക്ക് കമ്മീഷൻ കൊടുക്കരുത്. പെൻഷൻ തികച്ചും സൗജന്യമാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി കേരളത്തിലെ ലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാരുടെ ജീവിത സുരക്ഷയ്ക്ക് വലിയ താങ്ങാണ്. പ്രായം 60 വയസ്സ് തികഞ്ഞ് കുടുംബ വരുമാനം 1 ലക്ഷം കഴിയാത്തവർ, ആദായ നികുതി അടയ്ക്കാത്തവർ, 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഇല്ലാത്തവർ, 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ കോൺക്രീറ്റ് വീടില്ലാത്തവർ, 1000 CCയിൽ കൂടുതൽ കാർ ഇല്ലാത്തവർ, കേരളത്തിൽ 3 വർഷം താമസമുള്ളവർ എന്നിവർക്ക് അർഹതയുണ്ട്. തെറ്റായ വിവരം നൽകാതെ കൃത്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകുക. അപേക്ഷ നിരസിക്കപ്പെട്ടാൽ കാരണം മനസ്സിലാക്കി തിരുത്തി വീണ്ടും അപേക്ഷിക്കുക. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നൽകുന്ന 2000 രൂപ പ്രതിമാസ പെൻഷൻ വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷ നൽകും. ഈ വിവരങ്ങൾ അർഹരായ എല്ലാ മുതിർന്ന പൗരന്മാരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.